സിനിമാ ഡയറക്ടർ സനൽകുമാർ ശശിധരനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി തന്നെ കോടതിയിൽ ഹാജരാക്കി. അവിടെ നിന്നും സനൽകുമാർ ശശിധരൻ ജാമ്യത്തിൽ പോയി. സനൽകുമാർ ശശിധരൻ എന്ന ഒരു ഡയറക്ടർ 4-5 സിനിമ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ കളി, എസ് ദുർഗ, ചോല, കയറ്റം, പിന്നീട് ടോവിനോയുടെ ആയിട്ട് ചേർന്ന് വഴക്ക് എന്നൊരു സിനിമ. 4-5 സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു സിനിമ കയറ്റം എന്ന സിനിമ തന്നെയാണ്. അതിനകത്ത് മഞ്ജു വാര്യരായിരുന്നു അതിൻ്റെ ലീഡ് റോൾ അഭിനയിച്ചത്. അത് ഹിമാലയ പരിസരത്തിലൊക്കെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. 2019 ആ ഒരു സംഭവം റിലീസ് ചെയ്യുന്നത്. സിനിമാറ്റോഗ്രാഫി അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് അവാർഡ് ആ കയറ്റം എന്ന സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. നല്ല ഐഡിയ ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണ് സനൽ കുമാർ ശശിധരൻ എന്ന വ്യക്തി. അദ്ദേഹം നെയ്യാറ്റിൻകര അടുത്ത് എവിടെയാണ് വീട്. അദ്ദേഹത്തിന് മഞ്ജു വാര്യരോട് അന്ധമായ അമിതമായ പ്രേമമായി, അതിൽ ലയിച്ചു പോയി. അതവർക്കൊരു ശല്യമായിട്ട് വന്നു. അദ്ദേഹം മഞ്ജു വാര്യരുടെ സിനിമ ചെയ്ത ശേഷം അദ്ദേഹത്തിന് അവരോട് വലിയ പ്രേമവും ആരാധനയൊക്കെ തോന്നി. അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ. അത് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നമാണോ എന്നറിയില്ല. അദ്ദേഹം നിരന്തരം അവർക്കൊരു ശല്യമായി കഴിഞ്ഞപ്പം അവർ പോലീസിൽ പരാതിപ്പെട്ടു. എളമക്കര പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അത് തന്നെയല്ല, കൂടെ ഫേസ്ബുക്കിൽ അവരെപ്പറ്റി അയാൾ കമൻ്റ് ഇടും. അതൊരു നിത്യശല്യമായി അവർക്ക്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇയാൾ മഞ്ജു വാര്യരൊക്കെ അനുകൂലമായും അവരാണ് തൻ്റെ ഭാര്യയെന്നും താൻ പ്രണയത്തിലാണെന്നും ഒക്കെയുള്ള വീമ്പിളക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും അദമ്യമായ ഒരു പ്രേമം സനൽകുമാർ ശശിധരന് അവരോടുണ്ട്. അവരുടെ സിനിമയിലെ ഇപ്പോഴത്തെ പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല അഭിനേത്രിയാണ്. അവർ മലയാളത്തിലെ മിക്കവാറും എല്ലാ സിനിമകളിലുമൊക്കെ അവർ ലീഡ് റോൾ അഭിനയിച്ചു. പല ഡയറക്ടർമാരും അവരുടെ സിനിമയിലെ ലീഡ് റോളിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കയറ്റം എന്ന സിനിമയിലെ ലീഡ് റോള് സനൽകുമാർ ശശിധരൻ ഇവരെ വെച്ച് ചെയ്തത്. ഹിമാലയത്തിലൊക്കെ ആയിരുന്നു ഷൂട്ടിങ്. അവരായിരുന്നു ആ ഏരിയയിലെല്ലാം, ഹിമാലയ സാനുക്കളിലൊക്കെ ആ ക്യാമറയായിട്ട് ഇദ്ദേഹം ഡയറക്ടറായ ഇദ്ദേഹം മറ്റൊരുമൊക്കെ അവരോടൊപ്പം മാസക്കണക്കിന് അവിടെ താമസിച്ചിട്ടാണ് ആ ഫിലിം ഷൂട്ട് ചെയ്ത് തീർത്തത്. സിനിമാറ്റോഗ്രാഫിയിൽ നല്ല ഒരു അവാർഡ് ലഭിക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ഇയാളുടെ ആ ഡയറക്ഷൻ്റെ കഴിവെന്താണെന്നൊക്കെ മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 4-5 സിനിമയും എടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ജനുവരി 2025 മുതൽ വീണ്ടും ഇയാൾ സോഷ്യൽ മീഡിയയിൽ അവരെപ്പറ്റി എഴുതുകയും അവർ ചില സെക്സ് ലോബികളുടെ പിടിയിലാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അവർ താമസിക്കുന്നിടത്ത് ചെല്ലാൻ കഴിയുന്നില്ല. കാരണം അവരെ മാനേജർമാരും മറ്റൊരുമൊക്കെ ഇയാളെ ഉപദ്രവത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശല്യം കൂടിക്കഴിഞ്ഞപ്പം 2022 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എളമക്കര പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്തപ്പം ഇയാൾ ഒളിവിൽ പോയി. ഇയാൾ നെയ്യാറ്റിൻകര ഭാഗത്ത് ഇയാളുടെ കുടുംബ വീട് പാറശാലയ്ക്കടുത്താണ്. അമ്മയും ഇയാളുടെ സഹോദരിയും ഇയാളുമായിട്ട് അവിടെ പാറശാല മഹാവത ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. ഇയാളെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് ഇന്നോവ ഒരു കാറ് ഇയാളെ വന്ന് അറസ്റ്റ് ചെയ്യാനും ചേസ് ചെയ്യാനും തട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചു. KL07 എന്ന ഇന്നോവ കാറാണ്. ഇയാൾക്ക് അതിൻ്റെ നമ്പർ അറിയില്ല. അത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവിടുന്ന് എളമക്കര പോലീസ് SI വന്നതാണോ എന്ന് സംശയമുണ്ട്. അത് ഇയാൾ ഭയപ്പെട്ടു പോയി. അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇയാളെ കൊല്ലും, SI ആണെന്ന് പറഞ്ഞ്
ഗുണ്ടകളാണ് മനഃപൂർവ്വം വരുന്നത്. ആ കാറിനകത്ത് ഇയാളെ തട്ടിക്കൊണ്ട് പോകാനാണ്, ഇയാളെ വകവരുത്തും, ഇയാളെ കൊലപ്പെടുത്തും എന്ന ഭീതിയിൽ ആണ് ഇയാൾ സഞ്ചരിച്ചിരിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ അദ്ദേഹം അവിടെ വിട്ടു പോകാതെ കുടുംബ വീട്ടിൽ തന്നെ താമസിച്ചു. അദ്ദേഹത്തിന് സംശയം തോന്നുമ്പോൾ ലൈവായിട്ട് അതെല്ലാം എയറിൽ വന്നുകൊണ്ടിരുന്നു. ആരാണ് വരുന്നത്, ഇയാളുടെ ഭയം, ഇയാൾ ഒളിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ലൈവായിട്ട് ഇട്ടുകൊണ്ടിരുന്നു. അത് തന്നെയല്ല, ഇപ്പം മൊബൈൽ ഫോണ് കഴിഞ്ഞ ജനുവരി മുതൽ ആ നടിക്കെതിരായിട്ട് ചില വാർത്തകൾ എതിരായിട്ട് ചില ഇതെല്ലാം ഇയാൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്നു എന്ന് വീണ്ടും വാർത്ത വന്നു. രണ്ടാമതൊരു കേസ് അവരുടെ പരാതിയിൽ വീണ്ടും കൊച്ചി പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കേസ്. ആദ്യത്തെ കേസിനകത്ത് ഇയാൾ എങ്ങനെയോ ജാമ്യം തരപ്പെടുത്തി. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ അയാൾ ഇന്ത്യയിലില്ല, അയാൾ അമേരിക്കയിലാണ്. അയാൾ ഇവിടം വിട്ടു. ഇയാൾക്ക് ഭയമുണ്ടായി, ഇയാളെ കൊന്നുകളയും എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് തിരിച്ചയാൾ ഇന്ത്യയിൽ വന്നപ്പം ലുക്കൗട്ട് നോട്ടീസൊക്കെ നേരത്തെ പുറപ്പെടുവിച്ചതുകൊണ്ട് ബോംബെ പോലീസ് അല്ലെങ്കിൽ എയർപോർട്ട് പോലീസ് ഇയാളെ തടഞ്ഞു വെച്ചു. അതിനുശേഷം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ വിവരം അറിയിച്ചു. അങ്ങനെ ഇവിടുന്ന് ബോംബെയിലെ സിറ്റി പോലീസ് പോയി, എറണാകുളം സിറ്റി പോലീസ് പോയി ഇയാളെയും കൊണ്ട് ട്രെയിൻ മാർഗം ഇന്നലെ രാത്രി എറണാകുളത്ത് വന്നു. അതിനുശേഷം രാത്രി 9:30 എത്തിയ ശേഷം ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് ഇയാൾ ജാമ്യത്തിൽ പോവുകയും ചെയ്തു. അതിനുശേഷം ചില പത്രക്കാരൊക്കെ ഇയാളെ സംസാരിച്ച് ഇതേപ്പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമാണ്. അദ്ദേഹം പറയണത് അദ്ദേഹത്തിന് മഞ്ജു വാര്യരോട് പ്രണയമാണ്. ആ പ്രണയത്തിന് പോലീസ് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു, തടസ്സം നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മേജർ പരാതി. ഞാനും ഒരു സ്ത്രീയുമായിട്ടുള്ള പ്രണയത്തിന് പോലീസിന് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. അത് പോലീസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തടസ്സം നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെയല്ല, ആ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇയാൾ ഇവിടെ ഒളിച്ചു താമസിക്കാനും വിദേശത്തൊക്കെ പോകാൻ കാരണം ഇയാൾക്കെതിരായിട്ടുള്ള വധഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടാണ്. അത് പേടിച്ചാണ് ഇയാൾ വിദേശത്തേക്ക് പോയത്. ആ വിദേശത്തിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ കേസ് ഇവിടെ പോലീസ് എടുക്കുന്നത്. എന്തായാലും ലൈംഗികമായി മഞ്ജു വാര്യരെ ഒരുപറ്റം ആൾക്കാർ തടവിലാക്കിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെയാണ്. അദ്ദേഹം പറയണത്, ഞാൻ വധഭീഷണി കൊണ്ടാണ് അമേരിക്കയിൽ പോയത്, ആ സമയത്താണ് ഇവിടെ രണ്ടാമത്തെ കേസ് എടുത്തത്. എൻ്റെ പ്രണയത്തിന് എന്തിനാണ് പോലീസ് തടസ്സം സൃഷ്ടിക്കുന്നത്? എനിക്കൊരാളുടെ പ്രണയമുണ്ട്, പോലീസിന് എന്താ കാര്യം? അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ ഇതിൻ്റെ അകത്ത് കാര്യം? എനിക്കൊരാളുടെ പ്രണയമുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? ഞാൻ ഖജനാവ് കൊള്ളയടിച്ചിട്ടില്ല, പ്രതിമാസം എല്ലാവരും വാങ്ങിക്കുന്ന പോലെ പെൻഷൻ സർക്കാരിൻ്റെ വാങ്ങുന്നില്ല. അത് തന്നെയല്ല, ഇയാൾ ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്ന് പറ്റുന്നില്ല, ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ്. എൻ്റെ പ്രണയത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ പോലീസിനോ ഒരു കാര്യവുമില്ല, അധികാരവുമില്ല, അത് തടയാനും കഴിയില്ല. അത് എൻ്റെ സ്വതന്ത്രമായ ചിന്തയും സ്വതന്ത്രമായ പ്രവൃത്തിയാണ്. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. അതേസമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇയാൾ മഞ്ജു വാര്യർക്ക് എതിരായി അല്ലെങ്കിൽ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു എന്നാണ് വരുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനംമാറ്റം വന്നിരിക്കുന്നത്? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുപോവുകയല്ല സാധാരണഗതി എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഒന്നിനൊന്നിന് കൂടുതൽ അഭിനിവേശം കാണിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് തന്നെ വ്യക്തമില്ല. പോലീസ് എന്തായാലും കേസെടുത്ത് രാത്രി തന്നെ ജാമ്യത്തിൽ വിട്ടതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എന്തോ മാനസിക വിഭ്രാന്തിയുണ്ട്. അതിനകത്ത് പോലീസ് പോലീസ് അതിനകത്ത് കക്ഷിയാകുന്നത് ശരിയല്ല എന്നായിരിക്കും. രാത്രി തന്നെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ നിന്ന് അദ്ദേഹം ജാമ്യത്തിൽ പോവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവം ത്തോടുകൂടി ഇദ്ദേഹത്തിന് പിന്നീട് സിനിമ നിർമ്മാണം അല്ലെങ്കിൽ ഡയറക്ഷനോ ഒന്നും നടത്തിയിട്ടില്ല. കാരണം ഭയമാണ്. ഇയാളെ കൊല്ലാൻ ആൾക്കാർ നടക്കുന്നു. അത് കൊല്ലാൻ വരുന്നതെല്ലാം KL 07 എന്ന ഇന്നോവ കാറിലാണ് എന്നും പറയുന്നുണ്ട്. ഭയം തോന്നിയപ്പോഴാണ് അവിടെ പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടെ തൊഴാൻ അമ്മയും സഹോദരിയും ഇയാളുടെ സഹോദരനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പം ഈ KL 07 എന്ന ഇന്നോവ കാർ അവിടെ വന്നു. അവിടെ അകത്ത് എളമക്കരയിലെ SI ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. SI അവർ ഒഫീഷ്യലായിട്ട് വന്നതാണ് എന്ന്, ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് വരുന്നത് ഇയാളെ തട്ടിക്കൊണ്ട് പോകാനായിട്ടും കൊല്ലാനായിട്ട് വരുന്നവരാണ്. അതുകൊണ്ടാണ് ഭയപ്പെട്ട് ഇയാൾ അമേരിക്കയിലൊക്കെ പൊക്കളഞ്ഞത് എന്നും പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മാനസിക അസ്വാസ്ഥ്യം
എന്താണ് അതിൻ്റെ കാരണം? അദമ്യമായ അഭേദ്യമായ ഒരു പ്രേമം, അദ്ദേഹത്തിന് വൺ സൈഡഡ് പ്രേമം വന്നു. അതിൻ്റെ ഒരു പരിണിത ഫലം കൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളും കേസും ഒക്കെ ഉണ്ടാകുന്നത്. മഞ്ജു വാര്യർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആരെ പ്രേമിക്കണമെന്നുള്ള അവരാണ് നിശ്ചയിക്കേണ്ടത്. അവരെ ഇയാൾ പ്രേമിക്കുന്നുണ്ട് വൺ സൈഡ് പ്രേമത്തിന് അവർ വഴങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇയാൾ മാറി ചിന്തിക്കണം. ഒരാൾക്ക് താല്പര്യമില്ല, എന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത്? അത് വൈൻഡപ്പ് ചെയ്യണം. ഇയാൾ സ്വതന്ത്രമായിട്ട് ഇയാൾ നടന്നോട്ടെ, അവരും സ്വതന്ത്രമായിട്ട് നടന്നോട്ടെ. ഈ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരാളുടെ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ ജീവിതത്തിന് ഒരു ത്രെട്ടും അവർക്കൊരു മനസ്സമാധാനമില്ലാത്ത മനസാന്നിധ്യത്തോടുകൂടി ജോലി ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും നല്ല രീതിയിലുള്ള പ്രവൃത്തിയല്ല. ഒരു ഡയറക്ടർക്ക് ഇങ്ങനെ വൺ സൈഡഡായിട്ട് അവരോട് അഭേദ്യമായ ഒരു ബന്ധം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇയാൾ ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും അവർ വഴങ്ങിയിട്ടില്ല ഇതുവരെ എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയും അവർ സിനിമയുടെ ആക്ടിങ്ങുമായിട്ട് നടക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ അതിനകത്ത് പോയി ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് നിയമപരമായി ശരിയുമല്ല. പോലീസ് കേസെടുക്കും. ശല്യം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് പോലീസ് കയറും. കാപ്പ ഉൾപ്പെടെയുള്ളതൊക്കെ ചുമത്തേണ്ടി വരും. കാരണം ഒരു നടിക്ക് സ്വതന്ത്രമായിട്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല ഒരു ഡയറക്ടറെ ഉപദ്രവം മൂലം എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 കേസേ ഉള്ളൂ. 2ാമത്തെ കേസിനകത്ത് ഇപ്പോൾ ജാമ്യം കിട്ടി. ഇനി അടുത്ത നടപടിയിലേക്ക് പോലീസ് പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് മാറുന്നതാണ്, അതിന് ആരെയെങ്കിലും സൈക്കാട്രികളെ എല്ലാം കാണിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഉചിതമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഈ ചിന്ത മാറണം. വൺ സൈഡഡ് ആണ്. അതുകൊണ്ട് അത് അവരുടെ പ്രൈവറ്റ് ജീവിതത്തിൻ്റെ വലിയ ഡിസ്റ്റർബൻസ് ആണ് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ചിന്തകൾ നല്ലതാണ്, കൈവശം വെച്ചുകൊണ്ടിരുന്നുള്ളൂ. തൻ്റെ പ്രണയത്തിന് പോലീസ് എതിരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരാണ്, ഗവൺമെൻറ് എതിരാണെന്നൊക്കെ ചിന്തിക്കുന്നത് അതൊരു നോർമൽ ചിന്താഗതി, നോർമലായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളല്ല എന്നാണ് ധ്വനിപ്പിക്കുന്നത്.